പതിവ് പോലെ തന്നെ ഷിയോ നാംസുനെ വീടിന് മുമ്പിലൊക്കെ കൊണ്ടുവന്നാക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ തന്നെ അവനറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇവന്റെ അടുത്ത് എല്ലാവർക്കൊന്നും വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ അവനെ നോക്കുവാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ത്രീനെയാണ് നീ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നതെന്ന് അവനും പറഞ്ഞു കൊടുക്കുന്നു. എനിക്ക് കുറച്ചു പേരുടെ മുമ്പിൽ ജയിച്ചു കാണിക്കുവാനായിട്ടുണ്ട്. അതിനായിരുന്നു എൻ്റെ ജീവൻ പോലും പണയപ്പെടുത്തി ഞാൻ ആ ലാബൊക്കെ നടത്തുന്നതെന്നും കൂടി അവൻ പറയുന്നു. ഷിയോ ഇപ്പോൾ തോൽപ്പിക്കുവാനായിട്ട് നോക്കുന്നത് മാഫിയ സംഘങ്ങളെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നാംസുണയും അവൻ പറഞ്ഞയക്കുന്നു. കടൽ കുതിരനൊക്കെ ബുസാനിലേക്ക് ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഹീസിക്കും നാംസുണെ കോൾ ചെയ്ത് അറിയിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടെത്തുവാനായിട്ട് അവളും ഇപ്പോൾ ബേക്കിനെ വിളിച്ചിരിക്കുകയാണ്. ബേക്ക് ആകട്ടെ ഇപ്പോഴും വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതറിയുന്ന അവളും ബേക്കിനെ കാണുവാനായിട്ടൊക്കെ പോകുന്നു. സെക്രട്ടറിയും ഇപ്പോൾ ഡ്രഗ് ടെസ്റ്റ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പോഴായിരുന്നു ഷിയോയും സെക്രട്ടറിനെ കോൾ ചെയ്യുന്നത്. സെക്രട്ടറിയുടെ അനിയത്തി ചൈനയിലൊക്കെയാണ് പഠിക്കുന്നത്. അവിടെയും ഡ്രഗ്സ് ഒക്കെ ഇവർ കടത്താറുണ്ട്. പക്ഷേ ചൈനയിലുള്ളവർ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തൂക്കിക്കൊല്ലുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അനിയത്തിക്ക് ഡ്രഗ്സ് കൊടുക്കരുതെന്നുണ്ടെങ്കിൽ നേരത്തെ വാർത്തയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കള്ളമാണെന്ന് അടുത്ത വാർത്ത വരുമ്പോഴത്തേക്കും നീ തുറന്നു പറയേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ആയിരുന്നു ഷിയോയും സെക്രട്ടറിയോട് പറയുന്നത്. സെക്രട്ടറിയും അനീതിനെ കോളൊക്കെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും കോള് പോലും പോകുന്നുണ്ടായിരുന്നില്ല. പ്രസ്സുമായി ബന്ധപ്പെട്ട ഒരു ഡയറക്ടറൊക്കെ ഷിയോയുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അയാളും ഇപ്പോൾ ഷിയോനെ കോൾ ചെയ്യുകയാണ്. നേരത്തെ നാംസോണും ഒരു ടെന്റൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട് കുറേയധികം ഫോട്ടോസും വീഡിയോസൊക്കെ ലീക്കായിട്ടുണ്ടായിരുന്നുവെന്നും എങ്ങനെയെങ്കിലും അവളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമോ എന്ന് നോക്കാമെന്നും അയാൾ പറയുന്നു. റെഡ് ഹിൽസും മാഡത്തിന് ഒരുപാട് പണമൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. നമ്മുടെ നാംസോന്റെ അമ്മ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന പണമായിരുന്നു അത്. അവരുടെ മകന് ഞാൻ ഡ്രഗ്സ് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അവനും സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ കിടന്ന സമയത്ത് അമ്മ എന്നെ കോൺടാക്ട് ചെയ്യുകയും ഇത്രയധികം പണമൊക്കെ നൽകുകയും ചെയ്തു. ഇത്രയും പണം ഒന്നിച്ച് കണ്ടതുകൊണ്ടായിരുന്നു ഞാനും ഒന്ന് രക്ഷപ്പെടുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ റെഡ് ഹീൽസും പറയുന്നു. എന്തായാലും ഇതുപോലത്തെ ബുദ്ധിമോശമൊന്നും ഇനി കാണിക്കുകയില്ല എന്നൊക്കെ അവൾ പറയുകയും ഹെയർടൈലിനെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുകയാണ്. അപ്പോഴായിരുന്നു ഹെയർടൈൽ മരിച്ച കാര്യമൊക്കെ മാഡത്തിന്റെ വായിൽ നിന്നും തന്നെ അവൾ കേൾക്കുന്നത്. സോ പോലീസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ബേക്കിനെ സോപ്പിടുവാനായിട്ട് ബേക്കിന് ഏറ്റവും ഇഷ്ടമുള്ള ഡംപ്ലിങ്സ് ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടായിരുന്നു നാംസോണും പോയിട്ടുണ്ടായിരുന്നത്. ബേക്കാകട്ടെ ഒരുപാട് വർക്കൊക്കെ ചെയ്ത് ആകെ മടുത്തിരിക്കുകയാണ്. ഇപ്പോൾ മാത്രമാണ് കുറച്ചെങ്കിലും സമാധാനം കിട്ടിയതെന്നൊക്കെ അവളും നാംസോണിനോട് പറയുന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ കമ്പനിയെ കുറിച്ച് ഒരുപാട് ന്യൂസ് ഒക്കെ പടർന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ്സിനെ ഇത് ബാധിക്കുകയില്ലേ എന്നൊക്കെ നാംസോണും ചോദിക്കുകയാണ്. ഇവരാകട്ടെ ഇന്റർനാഷണൽ ലെവലിലുള്ള ബിസിനസ് ഒക്കെയാണല്ലോ നോക്കി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നൊക്കെ ബേക്കും ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ ഇരിക്കെ ബേക്കിന്റെ അടുത്ത് നിന്നും ബുസാനിലേക്ക് കടൽ കുതിരയൊക്കെ വരുന്ന ആ ഒരു ഡേറ്റ് കൂടി നാംസോൺ മനസ്സിലാക്കുന്നു. അങ്കിളും ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴത്തേക്കും അങ്കിളിനെ കാണുവാനായിട്ട് മുത്തശ്ശനും എത്തുന്നു. മുത്തശ്ശനെ കണ്ട് കഴിയുമ്പോൾ തന്നെ അങ്കിൾ ആകെ കൂടി കരയുന്നുണ്ട്. മുത്തശ്ശിയുടെ വണ്ടിയിലൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും രണ്ടുപേര് ആ വണ്ടിയിൽ നേരത്തെ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. അവരും മുത്തശ്ശിനെ ഭീഷണിപ്പെടുത്തി മറ്റൊരു സ്ഥലത്തേക്കൊക്കെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അതിൽ ഒരാൾ നമ്മുടെ ഷിയോയുടെ ബോഡി ഗാർഡാണ്. ആരാണ് നിങ്ങളെ അയച്ചതെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ടെങ്കിലും അവരതിനൊരു മറുപടി ഒന്നും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല. മുത്തശ്ശിയും ഗോഡൌണിന്റെ അകത്തേക്കൊക്കെ കയറി കഴിഞ്ഞിട്ട് അവരുമായിട്ട് ചെറിയൊരു രീതിയിലൊക്കെ ഫൈറ്റ് ഉണ്ടാക്കുകയും ഏറ്റവും ഒടുവിൽ അവരെ എല്ലാവരും തന്നെ തോൽപ്പിച്ച് ഒരു സ്ലോ മോഷനിലൊക്കെ വെളിയിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നു. അവരുടെയൊക്കെ കയ്യിൽ ഉണ്ടായിരുന്നത് തോക്കുകളൊക്കെ ആയിരുന്നു. പക്ഷെ മുത്തശ്ശിക്ക് അതിന്റെ ഒന്നും തന്നെ ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. എന്തായാലും അമ്മ വലിയൊരു പണിയാണ് വീണ്ടും തന്നിട്ടുള്ളതെന്നൊക്കെ മുത്തശ്ശി സ്വയം പറയുന്നുമുണ്ട്. ബോഡി ഗാർഡിനിട്ടും കാര്യമായിട്ടൊക്കെ തല്ല് കിട്ടിയിട്ട് ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് പോലും അറിയാതെ കിടക്കുകയാണ്. മറുമരുന്നൊക്കെ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഹീസിക്കിന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ജിന്നും നിനക്കിതൊക്കെ തന്നിട്ടുണ്ടായിരുന്നത് നിന്റെ വൈഫാണോ എന്നൊക്കെ അവനെ കളിയാക്കിക്കൊണ്ടും ചോദിക്കുന്നു. ഇനി മറ്റു 2 പോലീസുകാരെ കമ്മീഷണർ വിളിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. സോ അവരും അവിടെ അയാളെ കാണുവാനായിട്ടൊക്കെ പോയതായിരുന്നു. നാംസോണും നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നാമിൻ്റെ ഒരു കോളൊക്കെ അവൾക്ക് വരികയാണ്. നാമിൻ തനിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയായിരുന്നു. മാത്രമല്ല വീട്ടിൽ ആരും തന്നെ ഇല്ല എന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും നാംസോണും അവൻ്റെ അടുത്തേക്കൊക്കെ വരാമെന്ന് പറയുന്നു. മുത്തശ്ശിയുടെ ബോയ് ഫ്രണ്ടും ഇപ്പോൾ ഹോസ്പിറ്റലിലേക്കൊക്കെ കോൾ ചെയ്തതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന മുത്തശ്ശിന്റെ കണ്ടീഷനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. ബോയ് ഫ്രണ്ട് രണ്ടും കൽപ്പിച്ച് ഹോസ്പിറ്റലിനുള്ളിലേക്ക് കടന്നിട്ട് മുത്തശ്ശിനെയൊക്കെ കാണിക്കുകയാണ്. ഞാൻ മുത്തശ്ശിയുടെ ബോയ് ഫ്രണ്ട് ആണെന്നൊക്കെ മുത്തശ്ശിനോട് തുറന്നു പറയുന്നു. ഞാനും മുത്തശ്ശിയും രാത്രി മുഴുവൻ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് ഒന്നിച്ച് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഒന്നിച്ചിരുന്ന് ഫുഡ് പോലും കഴിച്ചിട്ടുണ്ടെന്നൊക്കെ ഇപ്പോൾ ബോയ് ഫ്രണ്ടും തുറന്നു പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും മുത്തശ്ശിന് ആകെ ദേഷ്യം വന്ന് അവനെ തല്ലുവാനൊക്കെ തുടങ്ങുന്നു. പക്ഷേ ഞാൻ മുത്തശ്ശിനെ സ്നേഹിക്കുന്നുവെന്ന് മാത്രമായിരുന്നു ബോയ് ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നീ എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ചില്ല എങ്കിൽ നിന്നെ ഞാൻ ശരിപ്പെടുത്തി കളയുമെന്നൊക്കെ പറഞ്ഞിട്ട് ബോയ് ഫ്രണ്ട് വളരെയധികം സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കുകയാണ്. പക്ഷെ ബോയ് ഫ്രണ്ട് വിചാരിച്ചതുപോലെ ഒന്നും ആയിരുന്നില്ല കാര്യങ്ങൾ.
ടിവിയിലൊക്കെ ഫൈറ്റ് കാണാൻ നല്ല രസമാണ്. പക്ഷേ റിയലായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെക്കൊണ്ട് അതിന് സാധിച്ചെന്ന് വരികയില്ല. അതേ ഒരു കണ്ടീഷനായിരുന്നു ഈ ഒരു ബോയ് ഫ്രണ്ടിനും ഉണ്ടായിരുന്നത്. മര്യാദയ്ക്ക് മുത്തശ്ശനെ ഒന്ന് പിടിക്കുവാൻ പോലും അവന് സാധിക്കുന്ന കൂടിയില്ല. കുട്ടികളൊക്കെ ഫൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നതും. മുത്തശ്ശിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ട് ഉപദ്രവിക്കുവാനൊക്കെ കുറച്ച് പേര് ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ചാണ് മുത്തശ്ശി ഇപ്പോൾ സംസാരിക്കുന്നതും. അങ്ങനെ അമ്മ ചെയ്തു വെച്ച ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് അമ്മയോട് ദേഷ്യപ്പെടുകയാണ് മുത്തശ്ശി. പക്ഷേ ഇതൊന്നും വലിയ സീരിയസ് ആയിട്ട് എടുക്കാത്ത അമ്മയും കോൾ ഉടനെ തന്നെ കട്ട് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കും മുത്തശ്ശിനെ കാണുവാനായിട്ട് ബോയ് ഫ്രണ്ടും വീട്ടിലെത്തുകയാണ്. ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ആയിട്ടായിരുന്നു ബോയ് ഫ്രണ്ട് എത്തിയിട്ടുമുണ്ടായിരുന്നത്. മുത്തശ്ശിയും ഒരുപാട് സുന്ദരമായിട്ട് അയാളുടെ അടുത്തേക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഇനി മുതൽ നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് പരസ്പരം സ്നേഹിക്കാം, ഞാൻ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കിയിട്ടുണ്ടെന്നൊക്കെ ആയിരുന്നു ബോയ് ഫ്രണ്ട് പറയുന്നത്. വീട്ടിൽ മറ്റാരും തന്നെ ഇല്ലാത്തത് കൊണ്ട് നെറ്റ്ഫ്ലിക്സ് ഒക്കെ കണ്ടിരിക്കാമെന്ന് മുത്തശ്ശിയും ബോയ് ഫ്രണ്ടിനോട് പറയുന്നു. കൊറിയയിൽ വന്നിട്ട് ഇതുവരെയായിട്ടും വീട്ടിൽ പോകാനുള്ള ഒരു അവസരമൊന്നും മുത്തശ്ശിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ മുത്തശ്ശനും ദേഷ്യപ്പെട്ട് വീട്ടിലേക്കൊക്കെ പോകുവാനായിട്ട് തയ്യാറെടുക്കുകയാണ്. പക്ഷെ അങ്കിളാകട്ടെ മുത്തശ്ശനോട് റെസ്റ്റൊക്കെ എടുക്കുവാനായിട്ട് പറഞ്ഞിട്ട് അങ്കിൾ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ തീരുമാനിക്കുന്നു. ഷിയോയും ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നാംസുണ്ട് ഒരു മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും അവളും ചിക്കനൊക്കെ കഴിക്കുന്ന ഫോട്ടോസ് അവൻ അയച്ചു കൊടുക്കുന്നു. നാംസുണ്ട് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഹീസിക്ക് പലപ്പോഴായിട്ട് നാമിനെ കോൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അവന് ഹീസിക്കിനെ ഒരുപാട് ഇഷ്ടമാണ്. അവനും ഹോസ്പിറ്റലിൽ നിന്നും പോന്നിട്ടുണ്ടായിരുന്ന സമയം തൊട്ട് പലപ്പോഴായിട്ട് ഹീസിക്ക് അവൻ്റെ ഹെൽത്തിനെ കുറിച്ചും ചോദിക്കാറുണ്ട്. മാത്രമല്ല അവനെ ഒരു ദിവസം ബൈക്കിലൊക്കെ കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നൊക്കെ നാമിനും നാംസുണ്ണോട് പറയുന്നു. മുത്തശ്ശിക്കും ഇപ്പോൾ ഒരു ബോയ് ഫ്രണ്ടിനൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആയിരുന്നല്ലോ മുത്തശ്ശനും വന്നിട്ടുണ്ടായിരുന്നത്. ഇനി അവരുടെ ലൈഫിൽ എന്തായിരിക്കും നടക്കുക എന്ന സംശയത്തിലായിരുന്നു നാമിനും ഉണ്ടായിരുന്നത്. എന്തായാലും അതൊരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയായി മാറിയ സ്ഥിതിക്ക് നമുക്ക് വെറുതെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാമെന്നാണ് നാംസുൺ പോലും പറയുന്നത്. കുറേ നേരമായിട്ടും അച്ഛനെ കാണാത്തത് കൊണ്ട് തന്നെ അച്ഛൻ എവിടെയാണുള്ളതെന്നൊക്കെ നാംസുൺ അന്വേഷിക്കുന്നു. പക്ഷെ അച്ഛൻ അടുത്തുള്ള റൂമിലുണ്ടെന്നൊക്കെ അവൻ പറഞ്ഞ് നാംസുണ്ണ റൂമിലൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും അവിടെ അച്ഛൻ ഉണ്ടായിരുന്നില്ല. ഷിയോയും നാംസുണ്ട് ഫോട്ടോയൊക്കെ കണ്ട് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴാണ് മറ്റൊരു കാര്യമൊക്കെ സ്റ്റാഫും വന്ന് പറയുന്നത്. അതായത് ഇവരുടെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പയ്യൻ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നല്ലോ. അവൻ്റെ ഫാമിലിനെ കോൺടാക്ട് ചെയ്യുവാനൊക്കെ ഷിയോ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഫാമിലിനെ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നേരത്തെ തന്നെ നാംസുണ് വന്ന് അവർക്ക് പണമൊക്കെ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യമായിരുന്നു സ്റ്റാഫും പറഞ്ഞു കൊടുക്കുന്നത്. മരിച്ചയാളുടെ അനിയൻ നാംസുണെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഷിയോയും അവനെ വിളിപ്പിക്കുന്നു. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കമ്മീഷണർ ആകട്ടെ അവരുടെ ടീമിനെ തന്നെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഈ ഒരു കേസും ഇനി ഇവർക്ക് നോക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതിൻ്റെ വിഷമം എല്ലാം തന്നെ അവർക്കും ഉണ്ടായിരുന്നു. നാംസുണുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ കണ്ടെത്തുവാനായിട്ട് പ്രസിൻ്റെ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നാംസുൺ ബിൽഡിങ്ങിന് മുകളിൽ കയറി ആളുകളൊക്കെ രക്ഷിക്കുന്നതും ടെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രശ്നമൊക്കെ ഉണ്ടായതിനെക്കുറിച്ചുമുള്ള വീഡിയോസും ആർട്ടിക്കിൾസും എല്ലാം തന്നെ ഇപ്പോൾ അയാൾക്കും കിട്ടുകയാണ്. സെക്രട്ടറിയും ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരു പ്രശ്നം കൂടിയുണ്ട്. അതായത് ഇവരുടെ ചാനലിന് മൊത്തത്തിലായിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുവാനുള്ള സമയം ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ എങ്ങനെയാണ് ഇവർ വാർത്ത വായിക്കുക, അത് അതേപടി ലൈവായിട്ട് കൊണ്ടുപോകുവാനാണ് എല്ലാവരും തന്നെ ശ്രമിക്കുന്നതും. ഇപ്പോൾ ആ ഒരു പയ്യനെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അവന് പണം നൽകുന്നത് നാംസുൺ ആണെന്ന കാര്യമൊക്കെ അവൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല നാംസുണിൻ്റെ ഫേസ് അവൻ കണ്ടിട്ടുണ്ടായിരുന്നുവെന്നും നാംസുണിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഉണ്ട് എന്നും അവനും ഷിയോയോട് പറയുന്നു. പ്രസിൻ്റെ ആളും ഷിയോനെ വിളിച്ചിട്ട് നാംസുണിൻ്റെ ഒരു വലിയ വീഡിയോ തന്നെ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ അറിയിക്കുന്നു. പക്ഷേ അവളുടെ മുഖം കാണുവാനായിട്ട് ഷിയോയ്ക്ക് ഒരുപാട് ധൃതി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവളുടെ ഫേസ് കാണുന്ന രീതിയിൽ ഒരു സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തരുവാനായിട്ട് അവനും ആവശ്യപ്പെടുകയാണ്. നാംസുണും നാമനും കൂടി ചേർന്നിട്ട് അച്ഛനെ അന്വേഷിച്ച് വെളിയിലേക്കൊക്കെ ഇറങ്ങുകയാണ്. അവർ ഒരുപാട് തവണ അച്ഛനെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അച്ഛൻ ഫോൺ കൂടി എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇവരുടെ ടീമിനെ തന്നെ പിരിച്ചുവിട്ടത് കൊണ്ട് തന്നെ ഇവർ ആകെ ടെൻഷനിലാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിയല്ല പിരിച്ചുവിട്ടിട്ടുള്ളത്, മറിച്ച് ഇവരുടെ ഒരു ടീമുണ്ടല്ലോ ഈ ഡ്രഗുമായിട്ട് അന്വേഷിക്കുന്നത്. സോ ആ ഒരു ടീമിനെ മാത്രമാണ് ഇപ്പോൾ പിരിച്ചുവിട്ടിട്ടുള്ളത്. ഹീസിക്കിന് പക്ഷെ മറ്റൊരു ഐഡിയ ആണ് തോന്നുന്നത്. അതായത് അവൻ ഈ ജോലി തന്നെ വിട്ടു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരുപാട് ചെക്കുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാവരും തന്നെ കാണിക്കുകയാണ്. പോലീസ് ടീമിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഈ ഒരു കേസൊന്നും അന്വേഷിക്കുവാനായിട്ട് ഇനി ഇവർക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവരെയും പോലീസിന് വെളിയിലായിട്ട് നിന്നിട്ട് ഈ ഒരു കേസൊക്കെ അന്വേഷിക്കുവാനായിട്ട് എടുക്കാമെന്നാണ് ഹിസിക്ക് പറയുന്നത്. അതായത് ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിക്ക് എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക അതേ രീതിയിലായിരിക്കും ഇവരുടെ ടീമിനെ പ്രവർത്തിക്കുവാനായിട്ട് പോകുക. മാത്രമല്ല അതിന് ഹെഡായിട്ട് നിൽക്കുവാൻ പോകുന്നതും ഹീസിക്കാണ്. അമ്മയും ഒരുപാട് പണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. സോ ആ ഒരു പണമൊക്കെ വെച്ചിട്ട് ഇവരും ഇപ്പോൾ ഇതൊക്കെ എൻജോയ് ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി ഇവർക്ക് ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തുവാനായിട്ടൊരു സ്ഥലം വേണം. സോ ആ ഒരു സ്ഥലത്തെക്കുറിച്ചായിരുന്നു അവർ ആലോചിക്കുന്നത്. ഹീസിക്കിൻ്റെ വൈഫിനോട് പറയുകയാണെങ്കിൽ അവൾ നമുക്ക് വേണ്ടി ടെൻറ്റൊക്കെ കെട്ടിത്തരുമെന്ന് ജിൻ പറയുന്നുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ഹീസിക്കിൻ്റെ വൈഫിനോട് പറയുകയാണെങ്കിൽ അവർ നമുക്ക് വേണ്ടി വലിയൊരു ബിൽഡിംഗ് തന്നെ തരും. പിന്നെ എന്തിനാണ് നമുക്ക് ടെൻ്റ് എന്നൊക്കെ ആയിരുന്നു ബാക്കിയുള്ള ഓഫീസേഴ്സും ചോദിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഹീസിക്കും ഇവർക്ക് വർക്ക് ചെയ്യുവാനായിട്ട് മറ്റൊരു സ്ഥലമൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യവും അറിയിക്കുന്നു. അമ്മയും ബോയ് ഫ്രണ്ടും കൂടി ഒന്നിച്ച് പോപ്കോണൊക്കെ കഴിച്ചിട്ട് കിസ്സിങ് സീനൊക്കെയുള്ള ഒരു ഫിലിമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അവരും അങ്ങനെ എൻജോയ് ചെയ്ത് ഒന്ന് കിസ്സൊക്കെ ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കുമായിരുന്നു അങ്കിളും എത്തുന്നത്. അങ്കിളിനെ കാണുമ്പോൾ തന്നെ അവർ ചാനലൊക്കെ മാറ്റുവാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അങ്കിളും അവരെന്താണ് കാണുന്നതെന്നൊക്കെ കാണുന്നു. നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ ഹൃദയം തകർത്തതിന് ശേഷം ഇവിടെ ഇരുന്ന് അമ്മയുടെ കൂടെ TV കാണിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് അങ്കിളും ആകപ്പാടെ വിഷമമൊക്കെ പങ്കുവെക്കുന്നു. അമ്മയ്ക്ക് അച്ഛനോട് ഒരു തരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഒരിക്കലും ഇങ്ങനെ ചെയ്യുകയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവനും വിഷമിക്കുകയും പിന്നീട് അവൻ്റെ എല്ലാ എനർജിയും തീർന്ന് അവിടെ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. വാർത്തയൊക്കെ വായിക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും മൊത്തത്തിൽ സെക്രട്ടറിയുടെ ഫേസ് ഒക്കെ മാറുന്നതായിട്ട് അമ്മ ശ്രദ്ധിക്കുകയാണ്. എന്തോ ഒരു പന്തികേടൊക്കെ അമ്മയ്ക്കും തോന്നുന്നു. പിന്നെ നമ്മുടെ പോലീസ് ടീം ആകട്ടെ പുതിയ സ്ഥലത്തേക്കൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ആ ഒരു പയ്യന് നാംസുന്റെ ഫോൺ നമ്പറൊക്കെ നൽകിയിരിക്കുകയാണ്. ഷിയോയും നമ്പർ അടിച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും അത് ടെറ്റ്സക്കിൻ്റെ നമ്പറാണെന്നുള്ള കാര്യം ഷിയോയും മനസ്സിലാക്കുന്നു. അപ്പോഴായിരുന്നു പ്രസിൻ്റെ ആൾ അവളുടെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു കൊടുക്കുന്നത്. സോ അത് കണ്ട് കഴിയുമ്പോഴത്തേക്കും അത് തന്നെയാണ് നാംസോണെന്ന് അവനും ഉറപ്പിച്ച് പറയുന്നു. അങ്ങനെ ഷിയോനെ നാംസോൺ പറ്റിക്കുകയായിരുന്നു എന്ന സത്യമൊക്കെ അവനും മനസ്സിലാക്കുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.